മമ്മൂട്ടിയുടെ ഫാൻ നമ്മുടെ അന്തക്കാടെ മോൻ സുലൈമാൻ. ഫാൻ 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 മമ്മൂട്ടിയുടെ ഫാൻ നമ്മുടെ അന്തക്കാടെ മോൻ സുലൈമാൻ. നാട്ടുകാര് പറഞ്ഞു മടുത്ത് പണിക്ക് പോട്ട ഹനുമാനേന്ന് ഒന്നാല് പോകത്തി കുരുത്തൻ കെട്ട മോൻ. ഫാൻ 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 മമ്മൂട്ടിയുടെ ഫാൻ നമ്മുടെ അന്തക്കാടെ മോൻ സുലൈമാൻ. വടക്കെന്താ വില? വടക്കും തെക്കൊക്കെ ചായക്ക് വില സെയിമാ. അതല്ല പറഞ്ഞത്, ഈ വടക്ക് എന്താ വില? 3 രൂപ. അത്ര ഞാൻ പോണേ. ആ കാശ് എന്നിട്ട് പോ. കാശാ? മേലെടുത്ത് രാഘവൻ നായർ തെറ്റാൻ വീട് ജപ്തി ചെയ്യാൻ ആള് വന്നപ്പോ ഒരു സഞ്ചി നിറച്ച് പണവുമായി ഒരാൾ വന്നു. നമ്മുടെ കുഞ്ഞമ്മാമ അന്നൊന്നും മേലെടുത്ത് രാഘവൻ നായരോട് ആരും കണക്ക് ചോദിച്ചിട്ടില്ല. പിന്നല്ലേ താൻ മേലെടുത്ത് രാഘവൻ നായർ കണക്ക് വെച്ചിട്ടില്ല, പക്ഷെ ഞാൻ കണക്ക് ചോദി. നടിക്കുന്ന പടമ കാണുന്നതെന്റൊരു കടമ. പടം കാണാൻ കാശൊപ്പിച്ചത് മൊത്തം കട്ടമ്മ. ചന്തുവായി മമ്മൂട്ടി കസറി അത് കണ്ട് സുലൈമാൻ അലറി. അഞ്ചിക്ക് വാളുമെടുത്തവൻ അഞ്ചം കൂട്ടനി. മമ്മൂട്ടി കണ്ണുകെട്ടി ബൈക്ക് പായുന്ന കണ്ടിവൻ പാഞ്ഞു. കൈകാല് പൊടിഞ്ഞവനൊടുവിൽ രാജൂത്തി കിടക്കയിൽ കിടന്നു. ഇതുപോലൊരു മണ്ടൻ ഷാനിനെ കാണാൻ കിട്ടൂല. ഞാൻ മമ്മൂട്ടിയുടെ ഫാൻ, നാട്ടിൽ സൂപ്പർമാൻ സുലൈമാൻ. നിർത്താൻ. അത് പറയാൻ താനാരാ? ഞാൻ മാണിക്യം, രായമാണിക്യം. രാജമാണിക്യത്തിനെന്ത് ഇവിടെ കാര്യം? മോട കണ്ട എട പെടുവണ്ണ. നീ ഞങ്ങളുടെ അടുത്ത് മോടെ ഇറക്കണ്ട കേട്ടാ. തള്ളെ കലിപ്പുകള് തീരണില്ലല്ല. ഞാട്ടില്ലടാ, എടത്താട്ട് നിക്കടാ. എടാ നിന്നെ തല്ല എനിക്ക് ഇടവും പോലെ വേണ്ട. രാജമാണിക്യം കൊന്നോ. നിന്നോടൊക്കെ ദൈവം ചോദിക്കോടാ. മമ്മൂട്ടിയിലൊരു പട്ടം പൊളിഞ്ഞു, അത് കണ്ട് സുലൈമാൻ കരഞ്ഞു. തെറ്റുമ്മ മയ്യത്തായാൽ ഇത്രയും കരയൂല. പട്ടണത്തിൽ ഭൂതമിറങ്ങി, ഭൂതമായി ഇവനും ഇറങ്ങി. മാറ്റാനു കൈവച്ച